കൊച്ചി കനറ ബാങ്ക് റീജിയണൽ ഓഫീസിലെ ബീഫ് നിരോധനത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാർ. ബാങ്കിന് മുന്നിൽ ബീഫ് വിളമ്പിയായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം. റീജിയണൽ മാനേജർ അശ്വിനി കുമാറിനെതിരെയായിരുന്നു ജീവനക്കാരുടെ സംഘടനയായ ബെഫിയുടെ പ്രതിഷേധം. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, ഈ ബീഫ് നിരോധിച്ചതിൽ ബീഫ് വെച്ച് തന്നെ പ്രതിഷേധമല്ലേ? അമൃത, കൃത്യമായി തന്നെ ആ ജീവനക്കാർ, ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, ബെഫിയുടെ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആളുകൾ തന്നെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ബൈറ്റ് നമ്മുടെ FTPയിലുണ്ട്. അതുകൂടി അതിൽ കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ പുതുതായി കൊച്ചി റീജിയണൽ ഓഫീസ് മാനേജർ ചുമതലയെടുത്ത ബീഹാർ സ്വദേശിയായ അശ്വിനി കുമാർ, അദ്ദേഹം ജീവനക്കാരോട് ഉൾപ്പെടെ വളരെ മോശമായാണ് ഇടപെടുന്നത്. ഒപ്പം തന്നെ വളരെ ധിക്കാരപരമായും ധാർഷ്ട്യത്തോടും കൂടി ജീവനക്കാരൊരു അടിമകളെ കാണുന്ന പോലെയാണ് പെരുമാറ്റം എന്നതുൾപ്പെടെയുള്ള പരാതി വ്യാപകമാണ്. കഴിഞ്ഞ ദിവസം ഈ നഗരത്തിൽ തന്നെയുള്ള മറ്റൊരു ബാങ്കിലെത്തിയ വനിതാ ജീവനക്കാരിയോട് വളരെ മോശമായി തന്നെ പ്രതികരിച്ചു. ആ രൂപത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉൾപ്പെടെ ആ ജീവനക്കാരിക്കുണ്ടായി എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ചില ജീവനക്കാർ കഴിഞ്ഞ ദിവസം ഈ ഓൾറെഡി 29-ന് കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ വിവിധ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി തന്നെ അതിനു മുമ്പ് തന്നെ ഈ പ്രതിഷേധം തൊട്ട് മുമ്പുള്ള ദിവസത്തേക്ക് മാറ്റുകയും ജീവനക്കാർ കനറ ബാങ്ക് ഓഫീസിന് മുന്നിൽ ബീഫ് വിളമ്പി ഭക്ഷണം കഴിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തത്. ആ വിഷയത്തിൽ കൃത്യമായി തന്നെ അവർ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിരോധനം ഉണ്ടാക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ ഉടനീളമുള്ള വിവിധ ശാഖകളിൽ, വിവിധ റീജിയണൽ ഓഫീസുകളിലൊക്കെ ഉത്തരേന്ത്യൻ ആളുകളെ കൊണ്ടുവന്ന് ചില താല്പര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളാണ് ഈ ബെഫിയുടെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ആ ബൈറ്റ് കൂടി നമ്മൾ പ്ലേ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേൾപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. മുസ്തഫ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ അശ്വിനി കുമാർ, ഇയാൾ ബാങ്കിലേക്ക് വന്നിട്ട് കുറെ നാളുകളായോ? ഈ വന്നത് തൊട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവനക്കാർ പറയുന്നുണ്ടോ? ഇദ്ദേഹം വന്നതിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജീവനക്കാർ പറയുന്നുണ്ട്. അവർക്ക് ഈ റീജിയണൽ ഓഫീസിൽ ബെഫിയുടെ അംഗങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് കൃത്യമായി പുറത്തു വന്ന് പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താനോ കഴിയില്ല. പക്ഷേ അവിടെ നിന്ന് ചില ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ക്യാൻറ്റീനിൽ ബീഫ് നിരോധനം ഏർപ്പെടുത്തി, ബീഫ് വിളമ്പാൻ പാടില്ല, ബീഫ് ക്യാൻറ്റീനിൽ വേണ്ട എന്നതുൾപ്പെടെയുള്ള കൃത്യമായ ഓർഡർ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ആ ജീവനക്കാരാണ് ബെഫിയുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയുന്നത്. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേട്ടിട്ട് വരാം. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചപ്പോഴാണ് ഈ റീജിയണൽ ഓഫീസിലെ ഓഫീസർമാർ ഞങ്ങളെ വിളിച്ച് പറയുന്നു, അവരാരും പേര് വ്യക്തമാക്കുന്നില്ല, അവർ ഞങ്ങളെ വിളിച്ച് പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാനേജർ, ഈ പറയുന്ന റീജിയണൽ മാനേജർ അവരുടെ ഓഫീസർമാരോട്, ഇവിടെ ഓഫീസർമാർ മാത്രമേ ഉള്ളൂ, ഓഫീസർമാർക്കിടയിൽ BFI സംഘടന ഇല്ല, അവരുടെ അടുത്ത് വരുന്ന ഈ മാനേജർ പറയുകയാണത്രേ, ഈ ഓഫീസിനുള്ളിൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല. ഇവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നവരോട് അവിടെ ബീഫ് പണ്ടുപോലെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ബീഫ് എല്ലാ ദിവസവും അല്ല, ചില ദിവസങ്ങളിൽ അറിയാമല്ലോ, ബീഫ് ഇനി മുതൽ വിതരണം ചെയ്യാൻ പാടില്ല. ഇത് ഇന്ത്യൻ ഭരണഘടന പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ ബാങ്കല്ലേ. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളിവിടെ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് തീർച്ചയായും ഈ ബാങ്ക് നിലനിന്ന് പോകണം, ബാങ്ക് നല്ല നിലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ പൂർണ്ണമായും ജനവിരുദ്ധമാക്കുന്നത്, തൊഴിലാളി വിരുദ്ധമാക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിന് സമാനമായ രീതിയിൽ എനിക്ക് തോന്നുന്നു ഇതിന് പുറകിൽ ചില പ്രത്യേക നയമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയം ഇതിൻ്റെ പുറകിലുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുക, മിക്കവാറും നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്കവാറും പൊതുമേഖലാ ബാങ്കുകളുടെ റീജിയണൽ ഹെഡുകളായിരിക്കുന്നതെല്ലാം വടക്കേ ഇന്ത്യക്കാരാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ മാത്രമല്ല, ചില ശാഖകളിൽ വയനാട് ജില്ലയിലെ ഗ്രാമപ്രദേശം, വയനാട് ജില്ല പൊതുവെ പിന്നോക്ക ജില്ലയാണല്ലോ, അവിടെയുള്ള ശാഖകളിൽ പോലും പണിയെടുക്കുന്നത് ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നും മലയാളം അറിയാത്ത ആൾക്കാരാണ്. ഞങ്ങൾ വടക്കേ ഇന്ത്യക്കാർക്കെതിരോ മറ്റെന്തെങ്കിലും ആ രീതിയിലല്ല, മലയാളം അറിയാത്തവരെ ചെറിയ ശാഖയെ കൊണ്ടിരുത്തിട്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം ഈ റീജിയണൽ മാനേജറുടെ നയത്തിനെതിരായി പ്രതിഷേധ പ്രകടനവും അതോടൊപ്പം തന്നെ ഭക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഈ റിപ്പബ്ലിക് രാജ്യത്ത്, റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടന നിർവചിക്കുന്ന രൂപത്തിൽ ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ളത് അവനവൻ്റെ തീരുമാനമാണ്. ഞങ്ങളാരെയും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുകയല്ല. ഞങ്ങളിന്ന് ഇവിടെ ബീഫ് കഴിച്ച് തന്നെ ഇതിൽ പ്രതിഷേധിക്കും.
ഈ നയവും നടപടിയും ഉടൻ തന്നെ ബാങ്ക് തിരുത്തിയില്ലെങ്കിൽ ഇന്ന് ബീഫ് കഴിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും നീണ്ടുപോകും. വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും തീർച്ചയായും കാനറ ബാങ്ക് സാക്ഷ്യം വഹിക്കും. അതുകൊണ്ട് അതിനൊന്നും ഇടം നൽകാതെ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബാങ്കിനെ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ കാണുന്നവരാണ്. വളരെ മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊച്ചി കാനറ ബാങ്ക് റീജിയണൽ ഓഫീസിലാണ് ബീഫ് നിരോധനത്തിൽ ഇപ്പോൾ ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. ബാങ്കിന് മുന്നിൽ ബീഫ് വിളമ്പിയുള്ള പ്രതിഷേധത്തിലേക്കാണ് ജീവനക്കാർ കടന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്